ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും സുകുമാരനും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെ കുറിച്ചാണ്. നസീർ സാറും സുകുമാരനും ഒരുപാട് പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതും അധികം ആൾക്കാർക്കും അറിയില്ല. എല്ലാവരും ധാരണ നസീർ ജയൻ, നസീർ സോമൻ, അങ്ങനെ നസീർ മധു, നസീർ സത്യൻ. പക്ഷെ നസീർ സുകുമാരന് കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നസീർ സാറിൻ്റെ കൂടെ സുകുമാരനെ കാണുന്നത് ചുമട് താങ്ങിയിൽ നസീർ സാറിൻ്റെ അനുജനായിട്ട്. അത് വാത്സല്യത്തിൽ മമ്മൂട്ടി ശ്രദ്ധിക്കും പോലെ അതിൻ്റെ കഥയാണ് പിന്നീട് വാത്സല്യമായിട്ട് വന്നത്. മമ്മൂട്ടിൻ്റെ റോള്, നസീർ സാറിൻ്റെ റോളിൽ മമ്മൂട്ടിയും സുകുമാരൻ്റെ റോള് സിദ്ദീഖും പിന്നീട് അഭിനയിച്ചു ആ പടത്തിൻ്റെ കഥയിൽ. പിന്നെ കുടുംബം നമുക്ക് ശ്രീകോവിൽ ഹരിഹരൻ്റെ പടമാണ്. ചുമട് താങ്ങി പി ഭാസ്കരൻ്റെ ആണ്. പിന്നെ കുടുംബം നമുക്ക് ശ്രീകോവിൽ ഹരിഹരൻ്റെ. അത് നസീർ സാറിൻ്റെ പടത്തിൽ ചെറിയ റോളിൽ സുകുമാരൻ നായികയായിട്ട് മല്ലിക. പ്രാർത്ഥന, TKBസിൻ്റെ പ്രാർത്ഥന, TK ബാലേന്ദ്രൻ പ്രൊഡ്യൂസർ. അതിൽ നസീർ സാറിൻ്റെ കൂടെ ചെറിയ റോളിൽ വില്ലനായിട്ട് സുകുമാരൻ അഭിനയിച്ച്, വില്ലനായിട്ട് ചെറിയ റോളിൽ. പിന്നെ കൽപ്പവൃക്ഷം ശശികുമാറിൻ്റെ, അത് നസീർ സാറിൻ്റെ പടത്തിൽ സുകുമാരൻ വില്ലനാണ്. പിന്നെ ഇന്നലെ ഐ.വി. ശശിൻ്റെ, നസീർ സാറിൻ്റെ പടത്തിൽ പിന്നെ സുകുമാരൻ വില്ലനായിട്ട്, അതിലും വില്ലനാണ്. പിന്നെ വരുന്നതാണ് പിന്നെ ഈ കുറച്ച് പടത്തിൽ പിന്നെ ഇതിലും വില്ലനായിട്ട് അഭിനയിക്ക് ചെറിയ റോൾ അഭിനയിക്കും. പിന്നെ നസീർ സാർ കൊടുത്ത് ഏകദേശം ഉപനായകനായിട്ടും ചില പടത്തിൽ തുല്യ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് സുകുമാരൻ. അതിലൊന്നത് പ്രളയം, അത് തുല്യ റോളിലാണ്. പ്രളയത്തിൽ TKBസിൻ്റെ പടമാണ് അത്. പിന്നെ കാട്ടുകളിൽ, അതിൽ നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് അഭിനയിച്ചു. പിന്നെ ഇതാ ഒരു ധിക്കാരിയിൽ നസീർ സാറിൻ്റെ കൂടെ തുല്യ റോളിൽ തന്നെ ഇതാ ഒരു ധിക്കാരി സുരേഷിനാണ്. അതേ ടീമിൻ്റെ പിന്നെ ഇവനൊരു സിംഹം, നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് സുകുമാരൻ. പിന്നെ ഈ യുഗത്തിൽ നസീർ സാറിൻ്റെ ഉപനായകനായിട്ട് സുകുമാരനും സോമനും രണ്ടുപേരുണ്ട്. നമ്മൾ സുകുമാരൻ്റെ കഥയിലെ പറയുന്നത്. നസീർ സാറിൻ്റെ കൂടെ സുകുമാരൻ. പിന്നെ ജോഷിയുടെ ആരംഭത്തിൽ നസീർ സാറിൻ്റെ പടത്തിൽ അത് ഏകദേശം തുല്യ റോളിൽ തന്നെയാണ് ആരംഭം. പിന്നെ ഇതിഹാസത്തിൽ നസീർ സാറിൻ്റെ പടത്തിൽ ഉപനായകനായിട്ട് സുകുമാരനുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ നസീർ സാറിൻ്റെ പടത്തിൽ ഉപനായകനായിട്ട് സുകുമാരനുണ്ട്. അതിൽ മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടിൻ്റെ കാര്യം പറയുമ്പോൾ സുകുമാരൻ്റെ കാര്യം പറയുമ്പോൾ മമ്മൂട്ടിൻ്റെ പറയുന്നുണ്ട്. മമ്മൂട്ടിൻ്റെ നല്ലൊരു പാട്ടുണ്ടായില്ല, രാജപുഷ്പമേ ഋതുരാജപുഷ്പമേ അഭിരാമത്തിനാരാമത്തിൽ വിടരും എന്ന് പറഞ്ഞിട്ട് നല്ല പാട്ടാണ്. അതിൽ മമ്മൂട്ടി ഉപനായകനുമല്ല, അതിനേക്കാളും കുറച്ച് താണത്. സുകുമാരനാണ് ഉപനായകൻ, നസീർ സാർ ഡബിൾ റോൾ. പിന്നെ തീരം തേടുന്നവർ P. ചന്ദ്രകുമാറിൻ്റെ, അതിൽ നസീർ സാറിൻ്റെ പടത്തിൽ ഉപനായകനായിട്ട് പിന്നെ സുകുമാരനുണ്ട്. തകില് കൊട്ടാമ്പറം നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് പിന്നെ സുകുമാരനും പിന്നെ ഒരു കഥാപാത്രമായിട്ട് മോഹൻലാലുണ്ട്, ചെറിയൊരു കഥാപാത്രം. ചെറുതല്ല, നല്ല റോളിൽ തന്നെ ഉണ്ട്, പക്ഷേ ഉപനായകൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു പടമാണ് മരുപ്പച്ച, അത് രാജസേന ആദ്യമായിട്ട് തിരക്കഥ എന്ന പടമാണ് മരുപ്പച്ച. നസീർ സാർ ഡബിൾ റോളിൽ, അതിൽ സുകുമാരൻ ഉപനായകനായിട്ടുണ്ട്. പിന്നെ എല്ലാം നിനക്ക് വേണ്ടി ശശികുമാറിൻ്റെ, അതിൽ നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് സുകുമാരനുണ്ട്. പിന്നെ സംഘർഷത്തിൽ തുല്യ റോളിലാണ് PG വിശ്വംഭരൻ്റെ, നസീർ സാറിൻ്റെ കൂടെ തുല്യ റോളിൽ അഭിനയിച്ച പടം സുകുമാരൻ. അതുപോലെ അങ്കുരത്തിലും നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് അഭിനയിച്ച്, അത് ഹിന്ദിയിൽ നമുക്കറാം എന്ന് പറഞ്ഞിട്ട് രാജേഷ് ഖന്ന നായകനും അമിതാഭ് ബച്ചനും ഉപനായകനായിട്ട് അഭിനയിച്ച പടമാണ്. അത് റീമേക്ക് ചെയ്തതാണ് അങ്കുരം, ഹരിഹരനാണ് ഡയറക്ടർ. അതിൽ നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് സുകുമാരനുണ്ട്. അത് ആദ്യം ജയനായിരുന്നു തീരുമാനിച്ചത്. പിന്നെ ജയൻ 1-2 സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഹരിഹരനായിട്ട് തെറ്റിയിട്ട് പിന്നെ ജയനെ മാറ്റിയിട്ട് സുകുമാരനിട്ടതാണ്. പിന്നെ തീക്കടൽ, അപ്പച്ചൻ്റെ തീക്കടൽ, അതിൽ നസീർ സാറിൻ്റെ കൂടെ തുല്യ റോളിൽ തന്നെ ഉണ്ട്. അതിൽ മധുവാണ് നായകൻ. നസീർ സാർ അതിലൊരു സ്പെഷ്യൽ റോളാണ്. നസീർ സാറിനെ കാണിക്കാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. ഇൻ്റർവെല്ലിന് അടുപ്പിച്ചിട്ടാണ് നസീർ സാർ വരുന്നത്. അതങ്ങനെ ഒരു പടം. പിന്നെ ഒരു പടമാണ് ഇത്ര തന്നെ. ഇതിപ്പം കുറേ പടമായില്ലേ, 10-21 പടമായി. ഞാൻ ഇപ്പം പറഞ്ഞതിൽ 10-21 പടം പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് കൂടാതെ എൻ്റെ ഓർമ്മയില്ലാത്ത വേറെ പടങ്ങളുണ്ടാവും. 10-25-10-30, എനിക്ക് തോന്നുന്നു 10-30 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും. എൻ്റെ ഓർമ്മയിൽ ഇതാണ്, ഇതെല്ലാം ഞാൻ കണ്ട പടങ്ങളാണ്. ഓക്കെ.